ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പല ആളുടെയും മൊബൈലിൽ ചില ഹിഡൻ ആയിട്ടുള്ള ക്യാമറ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പല ആളുകളും അത് അറിയാതെ പോവുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈലിൽ ക്യാമറ ആപ്ലിക്കേഷൻ ഓൺ ആയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് മറ്റുള്ള ഇൻ്റർനെറ്റിലേക്ക്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ഷെയർ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഏതൊക്കെ സെറ്റിങ്സുകൾ നിങ്ങൾ ഓഫ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടിയും ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അതിൽ നിങ്ങൾക്ക് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എല്ലാവരുടെ മൊബൈലും ഞാൻ പറയുന്ന രീതിയിൽ ആയിരിക്കണം എന്നില്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ, ബട്ട് എല്ലാ ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. ദെൻ നിങ്ങൾക്ക് ഇതിൽ ക്യാമറയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുകളിലായിട്ട് സെർച്ച് ബട്ടൺ ഉണ്ട്. അവിടെ നിങ്ങൾ ക്യാമറ എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ക്യാമറ എന്ന ഭാഗം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്കിതാ ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് താഴത്ത് പെർമിഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ നേരെ താഴത്ത് നിങ്ങൾ അതിലോട്ട് വരിക. അത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു 3 ഡോട്ടിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ആ 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ പെർമിഷൻസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അറിയാതെ തന്നെ മറ്റുള്ള ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്, ഇതിലേക്കെല്ലാം നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ക്യാമറയിൽ വരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ എല്ലാ ഫയൽസും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബാക്കോട്ട് വരിക. എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിലേക്ക് തന്നെ വരണം. അപ്പോൾ ഇത് നിങ്ങൾ ഓഫ് ചെയ്യലോട് കൂടി ചെറിയ മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്. ഞാൻ അത് വഴി പറഞ്ഞുതരാം. ഓക്കെ, അപ്പം 2-3 സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ നിങ്ങളൊന്ന് ബാക്കോട്ട് വരിക. ബാക്കോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് മോഡിഫൈ സിസ്റ്റം സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. ബട്ട് നിങ്ങൾ ഇത് ഡിസേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോസോ ഫോട്ടോസോ എടുക്കുന്ന സമയത്ത് ഇത് അവർ ഓൺ ചെയ്യാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു പ്രൈവസിക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ക്യാമറ ആപ്ലിക്കേഷൻ ഒന്നും അങ്ങനെ ഉപയോഗിക്കാത്ത വ്യക്തികളും നിങ്ങൾക്കിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾ ഓൺ ചെയ്യുക. ദെൻ കഴിഞ്ഞാൽ ഉടൻ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സിലോട്ട് വരിക. അതിനായിട്ട് നിങ്ങൾ നേരെ ബാക്കോട്ട് തന്നെ വരിക. അവിടെ നിങ്ങൾക്ക് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. അത് എൻ്റെ മൊബൈലിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഒറ്റ ഫോൾഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചിലപ്പം സെക്യൂരിറ്റിയും പ്രൈവസിയും രണ്ട് രീതിയിലായിരിക്കും കാണാൻ പറ്റുന്നത്. എന്തായാലും അതിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവസിയാണ് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ആ പ്രൈവസി കൺട്രോൾസിൻ്റെ താഴത്ത് പ്രൈവസി ഡാഷ്ബോർഡ് എന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൈവസി ഡാഷ്ബോർഡ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ആയിട്ട് നമ്മളുടെ പാസ്റ്റ് 24 ഹവേഴ്സിലുള്ള നമ്മളെ ക്യാമറ യൂസ് ചെയ്യും ഇവിടെ കാണാൻ പറ്റും. അവിടെ മുകളിലായിട്ട് 3 ഡോട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഷോ 7 ഡേയ്സ് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് താഴത്ത് ലൊക്കേഷൻസ് ഉണ്ട്, ക്യാമറ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്. അതിൽ നിങ്ങൾ ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷന് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ യൂസ് ആയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കഴിഞ്ഞ 7 ദിവസത്തെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അനധികൃതമായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെയായിട്ട് തന്നെ ക്യാമറയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പെർമിഷൻസ് നിങ്ങളിവിടെ ഡിസേബിൾ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കാം, അല്ലെങ്കിൽ ആസ്ക് എവറി ടൈം എന്ന് പറയുന്നത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ആസ്ക് എവറി ടൈമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷന് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് എല്ലാ സമയത്തും നിങ്ങളുടെ ക്യാമറയുടെ ആക്സസ്
ആപ്ലിക്കേഷനിൽ നമ്മൾ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ വരുന്നത് പ്രൈവസിയുടെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പ്രൈവസിയുടെ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ പ്രൈവസി കൺട്രോൾസ്, അതിൽ പെർമിഷൻ മാനേജർ എന്നുണ്ട്. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ എൻ്റെ മൊബൈലിൽ ഈ രീതിയിലാണ് ഓപ്ഷൻസ്. നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ഇതുപോലെ ഉണ്ടായില്ല, ഡയറക്റ്റ് പെർമിഷൻസ് മാനേജർ എന്നായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളുടെ ക്യാമറയുടെ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കാണാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആസ്ക് എവറി ടൈം അതിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ആസ്ക് എവറി ടൈമിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ഒരു ആപ്ലിക്കേഷൻ പെർമിഷൻസ് ചോദിക്കുന്നതായിരിക്കും നിങ്ങളോട്. അങ്ങനെ നിങ്ങൾ പെർമിഷൻസ് അവർക്ക് അലോ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷനിൽ ക്യാമറയുടെ ആക്സസ് അവർക്ക് ലഭിക്കുള്ളൂ. അല്ലാത്ത പക്ഷം എല്ലാ സമയത്തും അവർ നമ്മുടെ ക്യാമറയുടെ ആക്സസ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.